ഞാൻ നിങ്ങളെല്ലാവരെയും ഭക്തിയാദരോട് ക്ഷണിക്കുകയാണ്. ഞാനും നിങ്ങളുടെ നാടിനടുത്തേക്ക് വരുന്നുണ്ട്. 2026 മെയ് 2 മുതൽ ആരംഭിക്കുന്ന ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞത്തിലേക്ക് നിങ്ങളെ സാദരം ക്ഷണിക്കുന്നു. രാമനാട്ടുകരയ്ക്കടുത്ത് 11-ാം മൈൽ അരുളിപ്പുറം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് ഞാൻ വരുന്നത്. എല്ലാവരും വരണം. ശ്രീമദ് ഭാഗവത സപ്താഹയജ്ഞം മനുഷ്യ മനസ്സിൽ വലിയ പരിവർത്തനങ്ങൾ ഉണ്ടാക്കും. നിങ്ങൾ വിചാരിച്ച പോലെയല്ല നിങ്ങളുടെ ജീവിതം. പലപ്പോഴും പലരും വിചാരിക്കും, എനിക്കെന്താ ഇത്ര വിഷമവും ടെൻഷനും സ്ട്രെസ്സും പ്രയാസങ്ങളും. അതൊക്കെ മാറി എപ്രകാരമാണോ കാറ്റ് കാർമ്മികത്തെ മാറ്റി നല്ല തെളിഞ്ഞൊരു അന്തരീക്ഷം നമുക്ക് കാണാൻ സാധിക്കുന്നത്, അതുപോലെയാണ് ജീവിതത്തിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും കാറ്റ് എപ്രകാരം കാർമ്മികത്തെ മാറ്റുന്നു, അതുപോലെ ഭാഗവത സപ്താഹയജ്ഞം മാറ്റി ഒരു തെളിഞ്ഞ മനസ്സ്, ശക്തിയുള്ള മനസ്സ്, ദൈവീകതയുള്ളൊരു മനസ്സ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പം നമ്മുടെ ഉള്ളിലുള്ള ആ ദൈവീകതയെ ഉജ്ജ്വലിപ്പിക്കാൻ, പ്രകാശിപ്പിക്കാൻ, മറ്റുള്ളവർക്കത് പ്രചോദനമാക്കാൻ ഞാൻ നിങ്ങളെ എല്ലാവരെയും ഭാഗവത സപ്താഹയജ്ഞത്തിൻ്റെ ഭാഗമാവാൻ ഓർമ്മിപ്പിക്കുകയാണ്. കുട്ടികളെയും കൂടെ ചേർക്കണം അതിൽ. കാരണം ഇതെല്ലാവരും കൂടി ചേർന്നാകുമ്പോൾ ഒരു വീട് തന്നെ ആത്മീയമായ ഐക്യവും സ്നേഹവും ഒത്തൊരുമയും സഹവർത്തിത്വവും പുരോഗതിയും ഉണ്ടാകുന്നു. അപ്പോൾ എല്ലാവരും ഒന്നിച്ചു ചേർന്നുള്ളൊരു യജ്ഞമാണ് ഭാഗവതം. സഹനാവവതു സഹനോ പുനക്തു സഹവീര്യം കരവാവഹേ ത്വേജസ്വിനാവധീതമസ്തു മാ വിദ്യുഷാവഹേ. ഇത് നിങ്ങളുടെ ജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു ഭാഗ്യമാണ്. അതുകൊണ്ട് ആരും ഇത് നഷ്ടപ്പെടുത്തരുത്. അതുപോലെ തന്നെ നിങ്ങളെ ഞാൻ അരുളിപ്പുറം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ നടക്കുന്ന ഭാഗവത സപ്താഹയജ്ഞത്തിലേക്കും സാദരം ക്ഷണിക്കുന്നു. മെയ് 2 മുതലാണ് അരുളിപ്പുറത്ത് ഭാഗവത സപ്താഹയജ്ഞം ആരംഭിക്കുന്നത്. ഒരിക്കൽ കൂടി എല്ലാവർക്കും എല്ലാവിധ ഭാവങ്ങളും അനുഗ്രഹങ്ങളും നേരുന്നു. ആദരണീയായ സുധാ അന്തർജനം അമ്മയ്ക്കും എൻ്റെ നമസ്കാരം. ഈ യജ്ഞം കൂടുതൽ കൂടുതൽ പ്രശോഭിതമായി, ഒരു നാടിൻ്റെ വെളിച്ചമായി, ഒരു നാടിന് തന്നെ ഉണർവായി, ശക്തിയായി മാറി, ഒരു നാടിൻ്റെ തന്നെ പുരോഗതിക്ക് ഈ സപ്താഹയജ്ഞം അനുഗ്രഹീതമാവട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഇതിൽ പങ്കെടുത്ത എല്ലാ സുഹൃതികൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം. മഹാവിഷ്ണുവിൻ്റെ ചൈതന്യം എന്നും ഉജ്ജ്വലതയോടെ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ നമിച്ചുകൊണ്ട്, ഭാഗവതത്തെ നമിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നമസ്കാരം, പ്രണാമം. ഹരി ഓം.